നെക്സ്റ്റ് പോവാം എന്ന് പറയുന്നത് W.S. മെർവിൻ്റെ ഫോർ എ കമ്മിങ് എക്സ്റ്റിങ്ഷൻ. സോ W.S. മെർവിൻ ഒരു മേജർ അമേരിക്കൻ പോയിറ്റാണ്, ട്രാൻസ്ലേറ്ററാണ്. ഓൾസോ ഹീസ് എൻ എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ്. 2019 ഇദ്ദേഹം മരിച്ചുപോയി. 1927 ഇദ്ദേഹം ജനിച്ചത്. ആൻഡ് നേച്ചർ, എക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ, ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി, ഇതിലൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കൺസേൺസ് എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ പോയിട്രിക്കുണ്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കവിത എഴുതുമ്പോൾ മിനിമം ആയിട്ടുള്ള അല്ലെങ്കിൽ മിനിമൽ ആയിട്ടുള്ള പങ്ക്ച്വേഷൻസ് ആണ് ഇദ്ദേഹം യൂസ് ചെയ്തിരുന്നത്. ഫ്ലോയിങ് ലൈൻസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈൻസ് ആണ്. പങ്ക്ച്വേഷൻ മാർക്സ് അല്ലെങ്കിൽ പങ്ക്ച്വേഷൻസ് അധികം യൂസ് ചെയ്യാറില്ല. പുളിറ്റ്സർ പ്രൈസ് 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ആൻഡ് US പോയിറ്റ് ലോറേറ്റ് ആയിട്ടും അദ്ദേഹം സെർവ് ചെയ്തിട്ടുണ്ട്. ലേറ്റർ ലൈഫ് എന്ന് പറഞ്ഞാൽ ഹവായിലായിരുന്നു ഇദ്ദേഹം താമസിച്ചിരുന്നത്. ആൻഡ് ഫോറസ്റ്റ് കൺസർവേഷൻ, എൻവയോൺമെൻറ്റൽ റെസ്റ്റോറേഷനിലൊക്കെ ആയിരുന്നു ഇദ്ദേഹം കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് കേട്ടോ. പോയത്തിൻ്റെ സമ്മറി ഒന്ന് നോക്കാം. ഈ ഒരു പോയം അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഗ്രേ വെയിലിനോടാണ്, മറ്റേ തിമിംഗലം. അതായത് ഗ്രേ വെയിൽ എന്ന് പറയുന്നത് എൻഡേഞ്ചേർഡ് സ്പീഷിയാണ്. അപ്പം ഹ്യൂമൻ ആക്ഷൻസിൻ്റെ റിസൾട്ടോടുകൂടി എക്സ്റ്റിങ്ഷൻ ഫേസ് ചെയ്യുന്ന ഒരു ടൈപ്പ് സ്പീഷീസാണ് ഗ്രേ വെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പീക്കർ ഇമാജിൻ ചെയ്യുവാണ് ഈ വെയിലിനെ എക്സ്റ്റിങ്ഷനിലോട്ട് തള്ളിവിടുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആണ്. അതായത് എൻഡിലോട്ട് തള്ളിവിടുന്നത് നമ്മളാണ്. ഹ്യൂമൻ ബീയിങ്സ് ഐറോണിക്കലി ക്ലെയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് നിൽക്കുന്നതെങ്കിലും പക്ഷേ അവർ നേച്ചറിനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ പോയിറ്റ് അഡ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിലിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. ഹ്യൂമൻസും ആനിമൽസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇമ്പോസിബിൾ ആണ്, അത് പോയിറ്റിന് അറിയാം. പക്ഷേ അദ്ദേഹം ഈ വെയിൽസിനെ, ഈ ഗ്രേ വെയിൽ എന്നുള്ള ഈ ഒരു സ്പീഷീസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ കവിത എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം വെയിലിനെ, അതായത് ഇങ്ങനെയുള്ള ഈ ഒരു ജീവിയെ, അതിൻ്റെ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കടലിനെ അല്ലെങ്കിൽ സമുദ്രങ്ങളെ എംപ്റ്റി ആൻഡ് ലൈഫ്ലെസ് ആക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഓൾസോ അദ്ദേഹം പറയുന്നത് വെച്ചാൽ വേറെയും ആനിമൽസ് എൻഡേഞ്ചേർഡ് അല്ലെങ്കിൽ എക്സ്റ്റിങ്റ്റ് ആയി മാറുന്നുണ്ട്. സീ കൗസ്, പിന്നെ ഗ്രേറ്റ് ഓക്സ് എന്നൊക്കെ പറഞ്ഞുള്ള ആനിമൽസും എൻഡേഞ്ചേർഡ് ആവുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ് എക്സ്റ്റിങ്ഷനാണ് സമുദ്രങ്ങളിൽ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്പീക്കർ ഒരു ഫ്യൂച്ചർ ഇമാജിൻ ചെയ്യുവാണ്. ഈ ക്രീച്ചേഴ്സ് എല്ലാം ഒരു ബ്ലാക്ക് ഗാർഡൻ, അതായത് ആഫ്റ്റർ ലൈഫ് അല്ലെങ്കിൽ ഡെത്തിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നു. എന്നുവെച്ചാൽ സമുദ്രങ്ങളിൽ നമുക്ക് ചുറ്റിനും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവയെല്ലാം എക്സ്റ്റിങ്റ്റ് ആയി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ട് ആഫ്റ്റർ ലൈഫിൽ, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ബ്ലാക്ക് ഗാർഡൻ എന്നാണ്. ഡെത്തിനെ അദ്ദേഹം സൂചിപ്പിക്കുന്ന പേര് ബ്ലാക്ക് ഗാർഡൻ. ആ കറുത്ത പൂന്തോട്ടത്തിലാണ് ഇതെല്ലാം ഇനി താമസിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ജീവിക്കാൻ പോകുന്നത്. നമുക്കിനി അവയെല്ലാം ഈ ഒരു ബ്ലാക്ക് ഗാർഡനിൽ മാത്രമേ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന്. അൾട്ടിമേറ്റ്ലി പോം ക്രിട്ടിസൈസ് ചെയ്യുന്ന ഹ്യൂമൻ അറഗൻസിനെയാണ്. അതായത് ഹ്യൂമൻ ബീങ്സ് വിചാരിക്കുന്നത് അവർ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. ആൻഡ് ദേ കണ്ടിന്യൂ ഡിസ്ട്രോയിങ് ദി പ്ലാനറ്റ്. അപ്പോൾ ലൈൻ ബൈ ലൈൻ അനാലിസിസ് നമുക്ക് നോക്കാം. ഇപ്പോൾ പോം ബിഗിൻ ചെയ്യുന്നത് ഡയറക്റ്റ്ലി വെയിലിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. ഗ്രേ വെയിൽ, നൗ ദാറ്റ് വി ആർ സെൻഡിങ് യു ടു ദ എൻഡ്, ദാറ്റ് ഗ്രേറ്റ് ഗോഡ് tell him that we who follow you invented forgiveness and forgive nothing. അപ്പോൾ വി എന്ന് പറഞ്ഞ ഇവിടെ ഹ്യൂമാനിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ദ എൻഡ് എന്ന് വെച്ചാൽ എക്സ്റ്റിങ്ഷനെയാണ്. അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി കാരണമാണ് ഇങ്ങനെയുള്ള സ്പീഷീസ് എല്ലാം എക്സ്റ്റിങ്റ്റ് ആയിട്ട് പോകുന്നത്. ഗ്രേറ്റ് ഗോഡ് എന്ന് പറയുന്നുണ്ട്. ഗ്രേറ്റ് ഗോഡ് എന്ന് വെച്ചാൽ ഇവിടെ നേച്ചർ അല്ലെങ്കിൽ ടൈം അല്ലെങ്കിൽ ഒരു ഡിവൈൻ ജഡ്ജ്, ദൈവം എന്നുള്ളൊരു മീനിങ്. അതായത് വെയിൽ എന്ന് പറയുന്നത് മെസ്സഞ്ചറാണ് ഫ്രം എർത്ത് ടു ദ ഡിവൈൻ. അപ്പം ഇങ്ങനെയുള്ള സ്പീഷീസ് എക്സ്റ്റിങ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇറസ്പോൺസിബിലിറ്റി കാരണമാണ് ഇവയെല്ലാം എക്സ്റ്റിങ്റ്റ് ആയിട്ട് പോകുന്നത്. സോ നമ്മളെല്ലാം ആൻസറബിൾ ആയിരിക്കുന്ന ആരോടാണ്? നേച്ചറിനോടാണ്, അല്ലെങ്കിൽ ഡിവൈൻ ഗോഡിലോട്ടാണ്, അല്ലെങ്കിൽ ഗോഡിൻ്റെ അടുത്താണ് എന്ന് പറയുവാണ്. അപ്പോൾ ഈ വെയിൽസ് ശരിക്കും പറഞ്ഞ് എക്സ്റ്റിങ്റ്റ് ആയി പോകുന്നത് ഒരു മെസ്സേജാണ്. ആരോടുള്ള മെസ്സേജാണ്? നേച്ചറിനോടുള്ള അല്ലെങ്കിൽ ദൈവത്തോടുള്ളൊരു മെസ്സേജ് ആണെന്നാണ് പോയിറ്റ് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സ് മോറൽ സുപ്പീരിയോറിറ്റി ക്ലെയിം ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ ക്രൂവലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഹിപ്പോക്രൈറ്റ്സ് ആണ്, നമ്മൾ മോറലി ഫെയിൽഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നാണ് പോയിറ്റ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളാണ് ഫോർഗീവ്നെസ് എന്നുള്ള കോൺസെപ്റ്റ് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത്, ക്ഷമിക്കുക എന്നുള്ളത്. പക്ഷേ എന്നിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്രൂവലായിട്ടാണ് നേച്ചറിനോടും നേച്ചറിൻ്റെ ആനിമൽസിനോടും എന്ന് പറയുവാണ്. ആൻഡ് ദ പോയിറ്റ് പിന്നീട് അക്നോളജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹ്യൂമൻ വേൾഡും ആനിമൽ വേൾഡും തമ്മിലുള്ള ഗ്യാപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഈ റൈറ്റിംഗ്, ഈ ഒരു കാര്യം, പോയം എഴുതുക എന്നുള്ളത് തന്നെ ഒരു ഇമാജിനേഷനാണ്. അല്ലാതെ ആനിമൽസിനോ അല്ലെങ്കിൽ നേച്ചറിനോ നമുക്ക് പോയം എഴുതാനായിട്ട് അല്ലെങ്കിൽ കവിതയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രിട്ടൻഷനാണ്. അപ്പോൾ അത് ആര് റിയലൈസ് ചെയ്യുന്നുണ്ട്? പോയിറ്റ് റിയലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹ്യൂമൻ ബീയിങ്സ് എന്ത് ചെയ്യുവാണ്? ഡെത്തിനെ ഫേസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിൽ കുറേ ഇല്യൂഷൻസ് അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും.
അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരിച്ചാലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രിട്ടൻഷനിലായിരിക്കും. നമ്മൾ മരിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് കുറേ ഇല്യൂഷനിലായിരിക്കും ജീവിക്കുന്നത്. അതായത് നമ്മൾ ആ മരണത്തിനെ തടയാൻ വേണ്ടി ഇപ്പം ഭയങ്കര എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഡിസാസ്റ്റർ ഹാപ്പൻ ചെയ്യാൻ പോകുന്നു എന്ന് വിചാരിച്ചാലും ചില ആളുകൾ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്യും, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു എസ്കേപ്പിസ്റ്റ് വേൾഡ് അല്ലെങ്കിൽ ഒരു എസ്കേപ്പിസം പ്ലാൻ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇമാജിനേഷനിലോട്ടങ്ങ് പോകും. നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടി നമ്മളൊരു പ്രിട്ടൻഷനിൽ അങ്ങ് ജീവിക്കും. അതുപോലെ തന്നെയാണ് ഇതും എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇനിയും ഹോപ്പുണ്ട്, നമുക്ക് നാളെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്, നേച്ചറിനെ ഡിസ്ട്രോയ് ചെയ്താലും അത് ഒന്നും പറ്റില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും പറ്റില്ല എന്നുള്ള പ്രിട്ടൻഷനിലാണ് ഹ്യൂമൻ ബീങ്സ് ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അതിനിപ്പം എന്താ പറയുക, എക്കോളജിക്കൽ ക്രൈസിസ് ആണെങ്കിലും ഡെത്തിനെ ഫേസ് ചെയ്യുന്ന ടൈം ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ പ്രിട്ടൻഷനിലാണ്, നമ്മളൊരു ഇല്യൂഷനിലാണ് ജീവിക്കുന്നത്. ഇനി ഒരു ഓഷ്യൻ്റെ ഇമേജ് വരുവാണ്. അതായത് ഓഷ്യൻ എംറ്റി ആയിക്കൊണ്ടിരിക്കുവാണ്, ഓഷ്യൻ ഭയങ്കര സൈലൻ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് ബിക്കോസ് ഓഫ് ദി എക്സ്റ്റിങ്ഷൻ ഓഫ് ദീസ് ആനിമൽസ്. അപ്പോൾ ഇവിടെ വെയിൽ എന്ന് പറയുന്നത്, ഈ ഗ്രേ വെയിൽ എന്നുള്ള ആ ഒരു സ്പീഷീസ് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തിനെയാണ്, എക്കോസിസ്റ്റം ബാലൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നീടുള്ള ലൈൻസ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സെപ്പറേഷനെ പറയുവാണ്, ഹ്യൂമൻ ബീങ്സും നേച്ചറും അല്ലെങ്കിൽ ആ ഹ്യൂമൻ ബീങ്സും ആനിമൽസും തമ്മിലുള്ള, ഹ്യൂമൻ വേൾഡും ആനിമൽ വേൾഡും തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെ കുറിച്ചാണ് പിന്നീടും അദ്ദേഹം പറയുന്നത്. അതായത് ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞ നേച്ചറുമായിട്ട് സെപ്പറേറ്റഡ് ആണ്, ഓൾമോസ്റ്റ് ഏലിയൻ ടൈപ്പാണ്, ആ ഒരു ഗ്യാപ്പ് അത്രയും വലുതാണെന്ന് പറയുവാണ്. അപ്പോൾ ഡിസ്കണക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏലിനേഷൻ എന്ന് വെച്ച് പറയുന്നതെന്ന് വെച്ചാൽ ഓരോന്നും ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ലോൺലി ആയിട്ടുള്ള, ആനിമൽ വേൾഡ് ആണെന്നുണ്ടെങ്കിലും ഹ്യൂമൻ വേൾഡ് ആണെന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള കണക്ഷൻ ഇല്ല. നമ്മൾ ഇന്നലെ പഠിച്ച പോയത്തിനകത്ത്, ആ 3 ഫോക്സസിൻ്റെ പോയത്തിനകത്താണെന്നുണ്ടെങ്കിലും എന്താണ് പറയുന്നത്, നമ്മൾ അങ്ങോട്ട് ഒബ്സർവ് ചെയ്യാൻ പോകുന്നില്ല, പക്ഷേ നേച്ചർ ഇസ് ഓൾവേസ് വാച്ചിങ് എസ് എന്നുള്ളൊരു മീനിങ് ആണ് നമ്മൾ അവിടെയും പഠിച്ചത്. അതുപോലെ തന്നെ അതേ കോൺസെപ്റ്റിൽ വരുന്നൊരു പോമാണ് ഇതും. നമ്മളും ആനിമൽ വേൾഡും തമ്മിൽ വലിയ, അല്ലെങ്കിൽ നേച്ചറും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല, ഒരു ഗ്യാപ്പാണ് അവിടെ ഉള്ളത്, ഒരു ഡിസ്കണക്ഷനാണ് നമുക്ക് അവിടെ ഉള്ളതെന്ന് പറയുവാണ്. ഇനി എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ്, അത് ഗ്രാജ്വലി ഹ്യൂമൻ ബീങ്സിൻ്റെ മെമ്മറിയിൽ നിന്ന് ഫെയ്ഡായി പോകും. ഹ്യൂമൻ ബീങ്സ് അത് ഫൊർഗെറ്റ് ചെയ്യത്തേ ഉള്ളൂ. അതായത് മറ്റേ എക്കോ ഫെയ്ഡ് ചെയ്ത് പോകുന്ന കണക്ക് ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്യും, ഗ്രാജ്വലി ഏതൊക്കെ ആനിമൽസ് എക്സ്റ്റിങ്ക്റ്റ് ആയെന്നോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആനിമൽസ് എക്സ്റ്റിങ്ക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആവുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, മറന്നു പോകും. കാരണം എന്താ, നമുക്ക് ആനിമൽ വേൾഡുമായിട്ട് വലിയ രീതിയിലുള്ള കണക്ഷൻ ഇല്ല. സോ ഗ്രാജ്വലി നമ്മൾ എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്, വി വിൽ ആക്ച്വലി, അല്ലെങ്കിൽ ദിസ് എക്സ്റ്റിങ്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഗ്രാജ്വലി ഫെയ്ഡ് ഫ്രം ആ മെമ്മറീസ്. ഇനി ഒരു ഐറണിയാണ്, പവർഫുൾ ആയിട്ടുള്ള ഒരു ഐറണിയാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത് നെക്സ്റ്റ് ലൈനിൽ. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ബിലോങ്സ് ടു ഹ്യൂമൻ ബീങ്സ് ആണ്. പക്ഷേ ഫ്യൂച്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വിത്തൗട്ട് ദീസ് ആനിമൽസ് അത് ഡെഡ് ആണ്, അതൊരു ഡെഡ് എൻഡ് ആണെന്നാണ് പോയിട്ട് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് തന്നെയാണ് അവരുടെ സെൽഫ് ഡിസ്ട്രക്ഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആനിമൽസ് മരിച്ചു പോകുക, അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആവുന്നു, എക്സ്റ്റിങ്ക്റ്റ് ആവുന്നു എന്നുള്ളത് ആക്ച്വലി ഇറ്റ് ഡസൻ ബോദർ അസ്. പക്ഷേ എന്താ ഹാപ്പൻ ചെയ്യുന്നത്, ഇൻ റിയാലിറ്റി നമ്മൾ എന്ത് ചെയ്യുവാണെന്നാണ് പറഞ്ഞത്, വി ആർ പ്ലാനിങ് അവർ ഓൺ ഡിസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. And when you will not see again the whale calves trying the light, consider what you will find in the black garden. ഇനി പറയുന്നതെന്ന് വെച്ചാൽ ബേബി വെയിൽസിനെയൊക്കെ നമ്മൾ കാണുമായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇന്നസെൻസ് അല്ലെങ്കിൽ റിന്യൂവൽ ആണ് കാണിക്കുന്നത്. ബേബി വെയിൽസ് എന്ന് വെച്ചാൽ എന്താണ്, ഈ വെയിൽസിന് കുഞ്ഞുങ്ങളുണ്ടാവുന്നു എന്ന് വെച്ചാൽ അതൊരു റീബർത്തിനെയാണല്ലോ കാണിക്കുന്നത്. പക്ഷെ അവരുടെ ഡിസപ്പിയറൻസ് എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്, ഹോപ്പും ഇല്ല, കണ്ടിന്യൂറ്റി ഇല്ല, അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ളൊരു ബ്രൈറ്റ് ഫ്യൂച്ചറും നമുക്കില്ല, അല്ലെങ്കിൽ നേച്ചറിനില്ല എന്നുള്ളതാണ് അവിടെ സിഗ്നിഫൈ ചെയ്യുന്നത്. ആൻഡ് കൺസിഡർ വാട്ട് യു വിൽ ഫൈൻഡ് ഇൻ ദ ബ്ലാക്ക് ഗാർഡൻ എന്ന് വെച്ചാൽ എന്താണ്, ആ ഡെത്തിനെയാണ് ബ്ലാക്ക് ഗാർഡൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതായത് ഇനി ഇങ്ങനെയുള്ള ബേബി കാവ്സ് ആണെങ്കിലും ബേബി വെയിൽസ് ആണെന്നുണ്ടെങ്കിലും ഇതിനെയെല്ലാം നമുക്ക് എവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ, ബ്ലാക്ക് ഗാർഡനിൽ. അതായത് ഇനി ഡെത്ത് അല്ലെങ്കിൽ ആഫ്റ്റർ ലൈഫിൽ നമുക്ക് ഇതിനെയൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ പോയിന്റ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഹ്യൂമൻ ബീങ്സ് ആർ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ് ഓഫ് ഡിസ്ട്രക്ഷൻ, നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, വി വിൽ ഓൺലി ഫൈൻഡ് ദീസ് ആനിമൽസ് ഇൻ ദി ആഫ്റ്റർ ലൈഫ്. നമ്മൾ മരിച്ചു പോവും, നമുക്കും നേച്ചർ ഒരു ദിവസം തിരിയും, നമ്മൾ നമ്മുടെ സെൽഫ് ഡിസ്ട്രക്ഷനിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ വി വിൽ ഫൈൻഡ് ദീസ് ആനിമൽസ് ഓൺലി ഇൻ ദി ബ്ലാക്ക് ഗാർഡൻ. എന്ന് വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ ഈ ആനിമൽസിനെയൊക്കെ കാണാൻ പോകുന്നത് ഡെത്തിലായിരിക്കും, അല്ലെങ്കിൽ ആഫ്റ്റർ ലൈഫിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീ കൗസ്, ഗ്രേ ടോക്സ്, ഗൊറില്ലാസ് ഇതെല്ലാം എന്തായി മാറുവാണ്, എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ട് മാറുവാണ്. ഈ സീ കൗ എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സീ കൗ എന്ന് പറയുന്ന ഒരു ഏകദേശം മറ്റേ നീർനായ അല്ലെങ്കിൽ സീല് പോലുള്ളൊരു ജീവിയാണ് കേട്ടോ. ഗൊറില്ലാസ് ആണെങ്കിലും ഗ്രേ ടോക്ക് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ട് മാറുവാണ്. അപ്പോൾ ഇവരെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം ഈ സ്പീഷീസ്, ഓരോ സ്പീഷീസ് യുണീക്ക് ആണ് ആൻഡ് കനോട്ട് ബി റീപ്ലേസ്ഡ് ആണ്. അത് ബയോഡൈവേഴ്സിറ്റി ലോസിനെയാണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത് അല്ലേ. ആനിമൽസ് എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ പ്രോഗ്രസിന് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫൈനൽ ഐറണി എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഹ്യൂമൻ ബീയിങ്സ് സ്റ്റിൽ ക്ലെയിം നമ്മൾ എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മളാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് ഹിപ്പോക്രൈറ്റ്സ് ആയിട്ട് ജീവിക്കുകയാണ്. ഡിസ്ട്രക്ഷൻ പക്ഷെ നമ്മൾ ഒരു സൈഡിൽ കൂടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സോ ഹ്യൂമൻ ബീയിങ്സിന്റെ അറഗൻസിനെയാണ് ആര് ക്രിട്ടിസൈസ് ചെയ്യുന്നത്? ഈ പോയത്തിനകത്തോട്ട് W.S. മെർവിൻ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് തീംസ് വരുന്നത് എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ ആണ്. ഹ്യൂമൻ ബീങ്സ് എങ്ങനെയാണ് സ്പീഷീസ് എക്സ്റ്റിങ്ഷന് വഴിയൊരുക്കുന്നത്? ഹ്യൂമൻ ബീങ്സിന്റെ അറഗൻസ്, അതായത് നമ്മൾ സുപ്പീരിയർ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പക്ഷേ നേച്ചർ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ഇറ്റ് വിൽ ഓൺലി റിസൾട്ട് ഇൻ അവർ ഓൺ ഡിസ്ട്രക്ഷൻ. പിന്നെ എന്താണ് ബയോഡൈവേഴ്സിറ്റി ലോസിനെ കുറിച്ചാണ് പറയുന്നത്. ഫോർഗീവ്നെസ് നമ്മൾ ക്ലെയിം ചെയ്യുന്നു, പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഡിസ്ട്രക്ഷൻ ആണ്. ഹ്യൂമൻ ബീങ്സും നാച്ചുറൽ വേൾഡും തമ്മിൽ ഡിസ്കണക്റ്റഡ് ആണ്. ഈ സ്പീഷീസിന്റെ ഡിസപ്പിയറൻസ് എന്തിനെയാണ് കാണിക്കുന്നത്? എംപ്റ്റിനെസ്സിനെ അല്ലെങ്കിൽ സൈലൻസിനെയാണ് കാണിക്കുന്നത്. ഇനി ഈ പോം എങ്ങനെയാണ് ഒരു ക്ലൈമറ്റ് നറേറ്റീവായിട്ട് മാറുന്നത്? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അവയർനെസ് തരുവാണ് പോയിട്ട്. എന്തിനെക്കുറിച്ചുള്ള അവയർനെസ് ആണ്? ഹ്യൂമൻ ബീങ്സ് ആണ് എർത്തിനെ ഡാമേജ് ചെയ്യുന്നതും ഷേപ്പ് ചെയ്യുന്നതും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. പിന്നെ മൾട്ടിപ്പിൾ സ്പീഷീസ് ആണ് മാസ് എക്സ്റ്റിങ്ഷനിൽ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്പീഷീസ് വംശനാശം വന്ന് പോകുന്നു. പിന്നെ ഇതൊരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് വാർണിംഗ് ആണ്, ഒരു വാർണിംഗ് പോമാണ്. അതായത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് വാർണിംഗ് പോം എന്ന് വെച്ചാൽ നമ്മളെ കാത്തിരിക്കുന്ന, ഹ്യൂമൻ ബീങ്സിനെ കാത്തിരിക്കുന്ന ഒരു ഡെഡ് ഫ്യൂച്ചറാണ്. കാരണം ഇങ്ങനെയുള്ള ആനിമൽസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും, നമ്മൾ തന്നെയാണ് നമ്മുടെ ഡിസ്ട്രക്ഷന് വഴിയൊരുക്കുന്നത്. പിന്നെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി, ഹ്യൂമൻ ബീങ്സ് ആണ് എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷനിൽ അക്കൗണ്ടബിൾ ആയിരിക്കുന്നത്. ആൻഡ് ദിസ് പോം ഈസ് എൻ എലിജി ഫോർ നേച്ചർ. എലിജി എന്ന് വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് ഡെത്ത് സോങ് ആണ് നേച്ചറിന് വേണ്ടിയുള്ള. അതായത് ഒരു മോർണിംഗ് സോങ് ആണ്, MOURNING. ഇതെന്ന് വെച്ചാൽ മരണത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ നേച്ചറിന്റെ മരണത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ളൊരു ഡെത്ത് സോങ് ആണ്, അല്ലെങ്കിൽ ഒരു എലിജി സോങ് ആണ്. ELEGY എലിജി സോങ് ആണ് എന്തെന്ന് പറയുന്നത് W.S. മെർവിന്റെ ഈ ഒരു വെയിലിനെ കുറിച്ചുള്ള പോം എന്ന് പറയുന്നത്.